ഞാനാ പേരിട്ടത്, മണിയുടെ പേര്. അപ്പോൾ അത് മാത്രമല്ല, മണീനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞാനാണ്. അത് എനിക്ക് തോന്നുന്ന ഒരു 90s ആ അറ്റത്തുള്ളൊരു റൂമുണ്ട്. ആ റൂമിലാണ് പുള്ളി ഒരു കാക്കി ഷർട്ട് വിട്ടുകൊണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടായിരിക്കും വന്നത്. അത് പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഓൾറെഡി അൻസാറും റഹ്മാനും വർക്കേച്ചമ്പേട്ടയും ഞാനും ഉണ്ട്. ഇവരും കൂടെ വന്നു കഴിഞ്ഞപ്പം കോറം തികഞ്ഞു. അങ്ങനെ 6 പേര് ചേർന്നിട്ടാണ് മിമിക്സ് പരേഡ് എന്ന് പറയുന്നത്. അവർ വന്നതൊക്കെ ഒരുമിച്ചാണ് വന്നത്. നമ്മൾ കാണുന്ന രൂപമായിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കൊമേഡിയനായിരുന്നു പുള്ളി. മണ്ടനും പൊട്ടനും ഒക്കെ ആയിട്ടൊക്കെ അഭിനയിക്കുമായിരുന്നു. നല്ലൊരു കോമഡി ആയിരുന്നു. സീരിയസ് വേഷം ചെയ്യുമായിരുന്നു. എല്ലാം ചെയ്യുമായിരുന്നു. കോമഡി കളിക്കുന്ന ഒരാളാണെന്ന് പെട്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല. ലാലൊക്കെ പോയ സമയത്താണ് ഇങ്ങനെ റഹ്മാൻ പറഞ്ഞു, ജയറാം എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് പെരുമ്പാവൂർ, അത് അദ്ദേഹത്തെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ജയറാം എത്തുന്നത്. കഴിവുള്ള ആരാണോ വേറെ അച്ഛൻ ഇടവും വല്ലതും നോക്കൂല, അവരെ അങ്ങ് പിടിച്ചുകൊണ്ട് പോകാമെന്ന് പറയും. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ലോകത്തെ ഏറ്റവും ചുരുങ്ങിയതിൽ ഏറ്റവും നന്നായി കലാപഠനങ്ങൾ അഭ്യസിപ്പിക്കുന്ന ഒരു പരിശീലന കേന്ദ്രം ലോകത്തൊരു പക്ഷേ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അന്ന് ഞാൻ തേവര കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. എൻ്റെ കൂടെ മമ്മൂട്ടിയുടെ ക്ലാസ്മേറ്റാണ് ഞാൻ. ഭാവിയിൽ കലാഭവനെ വളർത്തുവാൻ കഴിവുള്ളവർ ആരെല്ലാമാണെന്ന് മനസ്സിലാക്കി അവരെ വളർത്തിക്കൊണ്ടുവരികയാണ് ആബേലച്ചൻ ചെയ്തത്. 1984 കമൽഹാസൻ വന്നിട്ടാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോയിലേക്കാണ്. ഒരുപാട് ഹോം ടൂർ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് കലാകാരന്മാരുടെ ഒരു വീട്, അതെ കലാഭവനാണ് ഇന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഓർമ്മകളിലേക്കൊക്കെയാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവർ വലിയ താരങ്ങളായപ്പോഴും അവർക്ക് കലാഭവൻ എന്നുള്ള പേരും കൂടി ചേർത്ത് അവരുടെ പേര് പറയാനാണ് നമുക്കിഷ്ടം. കാരണം വെച്ചെങ്കിൽ അത്ര വലിയൊരു സ്ഥാപനത്തിൽ നിന്ന് വന്ന ആളാണ് ഞാനെന്ന് അഭിമാനം കൊണ്ടാണ്. ഞങ്ങളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വന്ന സമയത്ത് ആദ്യം എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് കലാഭവൻ റോഡ് എന്ന്. ഞാൻ പെട്ടെന്നത് ശ്രദ്ധിച്ചു. എങ്ങനെയാണ് ഈ റോഡ് തന്നെ കലാഭവൻ റോഡായിട്ട് വന്നത്? അതിൻ്റെ വലിയ ചരിത്രമൊക്കെ അത് പറയേണ്ട കാര്യമുണ്ടോ? കലാഭവൻ റോഡ്, കലാഭവൻ ഇത്ര വർഷമായിട്ട് നിൽക്കുന്ന സ്ഥാപനം, 55 വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന സ്ഥാപനം. അപ്പോൾ അതിന് കലാഭവൻ റോഡ് എന്നല്ലാതെ വേറെ ഏത് പേര് ഇടാനും പറ്റും? മനസ്സിലായില്ലേ? എന്തായാലും പ്രസാദേട്ടാ, ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം നമ്മളൊക്കെ ടി വിയിലും അല്ലെങ്കിൽ സിനിമകളിലൊക്കെ ആണെങ്കിലും ഒരുപാട് താരങ്ങളെ കണ്ടു. എന്നാൽ ഈ താരങ്ങളെ എല്ലാം കൊണ്ടുവന്നത് ആ ഫാക്ടറിയാണ് കലാഭവൻ. അതറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഈ ഒരു കലാഭവനിൽ ഒരുപാട് താരങ്ങളിങ്ങനെ അവരുടെ കാൽപാദം പതിഞ്ഞൊരു മണ്ണുകൂടിയാണ്. അവർ വലിയ താരങ്ങളായപ്പോഴും അവർക്ക് കലാഭവൻ എന്നുള്ള പേരും കൂടി ചേർത്ത് അവരുടെ പേര് പറയാനാണ് അവർക്കിഷ്ടം. കാരണം വെച്ചെങ്കിൽ അത്ര വലിയൊരു സ്ഥാപനത്തിൽ നിന്ന് വന്ന ആളാണ് ഞാനെന്ന് അഭിമാനം കൊണ്ടാണ്. അപ്പോൾ അറിയാനൊരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ കലാഭവൻ കൂടെ ചേർത്ത് ഒരുപാട് താരങ്ങളുണ്ട്. എന്നാൽ ആദ്യമായിട്ട് ആരായിരിക്കും ഈ കലാഭവൻ എന്ന പേര്? റഹ്മാൻ. കലാഭവൻ റഹ്മാനാണ് ആദ്യമായിട്ട് ആ പേരിട്ടത്. കാരണം ആബേലച്ചൻ ഇടയ്ക്കൊരിക്കൽ പറഞ്ഞിരുന്നു, കാരണം ഈ KPSC നിന്ന് വരുന്നവരൊക്കെ KPSC എന്ന് പേരിടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ, സ്ഥലങ്ങളുടെ പേരും കൂടെ ചേർത്തവർ. നമ്മുടെ പേര് മാത്രം ആരും ഉപയോഗിക്കുന്നില്ലല്ലോ പ്രസാദ് എന്നൊക്കെ എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്താണ് റഹ്മാൻ കലാഭവനിൽ നിന്ന് മാറി ഒരു ട്രൂപ്പ് തുടങ്ങിയപ്പോൾ പുള്ളി ഒരു പേരിന് കലാഭവൻ റഹ്മാൻ എന്നിട്ട്. അതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഇടാൻ തുടങ്ങി. ചായ കൊണ്ട് വരുന്ന ആളും നടക്കുന്ന ആളും പോകുന്ന ആളും ടാറ്റ പറഞ്ഞാലും എല്ലാവരും ഒരു പ്രാവശ്യം കലാഭവനിൽ വന്ന് അവിടെ മ്യൂസിക് പഠിച്ചാൽ നേരെ കലാഭവൻ്റെ പേരിടാൻ തുടങ്ങി. ചെറിയ ആളാണെങ്കിൽ വലിയ ആളാണെങ്കിൽ എൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ കലാഭവൻ്റെ പേരും വരിക. ചിലവരൊക്കെ വന്ന് മലപ്പുറത്തു നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ വന്ന് ഇവിടെ പഠിക്കാറുണ്ട്. 1 മാസം 2 മാസം പഠിക്കും. ഞാൻ പറഞ്ഞു ഇതിന് അവിടെ നിന്ന് വന്ന് പഠിക്കുന്ന അല്ല, ടൈറ്റിൽ കലാഭവൻ ചേർക്കാൻ. ആബേലച്ചൻ ഈ ഒരു കലാഭവൻ എന്നൊരു ട്രൂപ്പ് അല്ലെങ്കിൽ കൊണ്ടുവരാം എങ്ങനെയായിരുന്നു അദ്ദേഹം ഈ ഒരു കലാഭവൻ എന്ന ചരിത്രം കൊടുക്കുന്നത്? കലാഭവൻ എന്ന പേര് അച്ഛനല്ല ഇട്ടത്, ക്രിസ്ത്യൻ ആർട്സ് ക്ലബ് എന്നായിരുന്നു എൻ്റെ പേര്. പിന്നെ അതിന് ദാസേട്ടൻ, നമ്മുടെ KJ ഇഷ്താസ് സാക്ഷാൽ അദ്ദേഹമാണ് ഇത് ഇങ്ങനെ നമുക്കൊരു കോമൺ നെയിം ഇടാം. ക്രിസ്ത്യൻ ആർട്സ് ക്ലബ് എന്ന് പറയുമ്പം ഒരു പ്രത്യേക. അപ്പോൾ ആബേലച്ചനും അതേപോലെ പ്രത്യേകിച്ച് മതവർഗീയത ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. അച്ഛൻ്റെ ഏറ്റവും അടുപ്പമുള്ള ആളുകൾ അറിയാമല്ലോ. ഇപ്പോൾ സൈനിധനായാലും ഞാനായാലും ജയറാമായാലും ഓരോരുത്തരായാലും അച്ഛൻ്റെ കൂടെയുള്ളവർ ജോസഫും ഫ്രാൻസിസും ഒന്നുമല്ല, സ്റ്റീഫനും ഒന്നുമല്ല. അച്ഛൻ അങ്ങനെ മതപരമായിട്ട് ശരിക്കും അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിക്കേണ്ട ആളാണ്. കലാഭവൻ അപ്പം ആദ്യം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ എങ്ങനെയായിരുന്നു? കലാഭവൻ തുടങ്ങിയത് പൈസ എന്ന് വെച്ചാൽ കർദിനാൾ പാറേക്കാട്ടിൽ തിരുമേനി അദ്ദേഹമാണ് ആബേലച്ചനെ കുറേ ഗാനങ്ങൾ സുറിയാനി ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചു. അങ്ങനെ അച്ഛൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പേർക്ക് ഒരു ഹാർമോണിയം വെച്ച് കുറച്ചൊരു ഹാർമോണിയം പഠിപ്പിച്ചു, വയലിൻ പഠിപ്പിച്ചു, ഗിറ്റാർ പഠിപ്പിച്ചു. അവിടെ തന്നെ സ്ഥലം കൊടുത്തു. അത്ഭുതം വരുന്ന ആളുകൾ ഇങ്ങനെ ഈ സിനിമയിൽ കേൾക്കുന്ന ആ മ്യൂസിക് അതേപോലെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു വായിക്കുന്നു എന്നുള്ളൊരു വലിയ അത്ഭുതത്തോടെ കണ്ടിരുന്ന സമയമുണ്ടായിരുന്നു.
പിന്നീട് അതിൽ നിന്ന് പൈസ സംഭരിച്ചാണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറി. അവിടെ നിന്ന് പിന്നെ അദ്ദേഹം തന്നെ പാറേക്കാട്ടിൽ തിരുമേനി തന്നെ സൗജന്യമായി കൊടുത്ത സ്ഥലം ഇത്. ആ സ്ഥലത്ത് തന്നെ ഒരു കെട്ടിടം വെച്ചു, സംഭാവനകൾ കൊണ്ടും ഒക്കെ പിന്നെ ഗാനമേളകൾ നടത്തിയും പൈസ ഉണ്ടാക്കി. അങ്ങനെയാണ് അച്ഛൻ നടത്തിയത്. ബെനി ഇഗ്നേഷ്യസ് സാർ ആണെങ്കിലും ഇപ്പോൾ ഇഗ്നേഷ്യസ് സാർ ആണെങ്കിലും ഒരുപാട് പാട്ടുകൾക്കാണ് ജീവൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും കലാഭവൻ്റെ ഒരു കാര്യം 100-ലധികം സിനിമകളുടെ മ്യൂസിക് ചെയ്ത ആളാട്ടോ. അതെ, ഇവരുടെയൊക്കെ കണക്കുകൾ വലിയ വലിയ സംഖ്യകളാണ്. നമുക്ക് ചെറുതായിട്ടൊന്നും പറഞ്ഞാൽ പോരാ. അങ്ങനെയുള്ളൊരു സമയത്ത് ഇപ്പോൾ കലാഭവനാണെങ്കിലും ആദ്യം ഗാനമേളയ്ക്കും പാട്ടുകൾക്കൊക്കെ ആയിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പം ആബേലച്ചൻ ഒരു പാട്ടുകാരനായിരുന്നോ? ഇല്ല, അച്ഛൻ രചയിതാവായിരുന്നു. പുള്ളിക്ക് അങ്ങനെ വിഭാഗീയതൊന്നുമില്ല. ഇന്ന് ജനിക്കേണ്ട ആളായിരുന്നു, ഇന്ന് ജീവിക്കേണ്ട ആളായിരുന്നു എന്ന് പറഞ്ഞല്ലോ. സത്യത്തിൽ അദ്ദേഹം ഒരു തലമുറയ്ക്ക് മുമ്പേ തന്നെ എല്ലാം കണ്ട് നമ്മളെ ബോധവൽക്കരിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൽ എത്തി ഇങ്ങനെ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെ എൻ്റെ ജീവിതത്തിൽ. 77 മുതൽ ആബേലച്ചനുമായിട്ട് നിരന്തര ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. കലാഭവൻ്റെ ട്രഷററാണ്. കലാഭവൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും പല പല റോളിലും അദ്ദേഹം ഇവിടെ കലാഭവനെ സെർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കലാഭവൻ്റെ ട്രഷററാണ്. അലി അക്ബർ സാർ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. വരൂ, ഇങ്ങോട്ട് വരും. ആ, ഹായ് സാർ. നിങ്ങൾ മാച്ചിലാണല്ലോ. അതെ, ഏത് കുട്ടിയാണ്? ഞങ്ങൾ മാച്ച് ആൻഡ് മാച്ച് ആണ്. ഈ ഒരു കലാഭവൻ തുടങ്ങിയ സമയത്ത് പ്രസാദേട്ട ആദ്യമായിട്ട് ഏതൊരു പ്രോഗ്രാമിലൂടെയാണ് കലാഭവൻ ഒരു സ്റ്റാർട്ട് കൊടുക്കുന്നത്? അല്ല, കലാഭവൻ്റെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്നവരിപ്പം വളരെ ചുരുക്കം പേരെ ജീവിച്ചിരിക്കുന്നുള്ളൂ. എന്നാലും എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിലെല്ലാം 10, 25 വയലിനും ഒരു എന്തായാലും 50 പേര് 60 പേരൊക്കെ ഉൾക്കൊള്ളുന്ന വലിയൊരു ഓർക്കസ്ട്രയൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്കൂളിൽ തൊട്ടടുത്തുള്ള സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടെ പ്രേം നസീർ വരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടി വന്നതാണ്. ഓടി വന്നതിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ അദ്ദേഹം കാർ വിട്ട് പോയി. അങ്ങനെ ഈ കെട്ടിടത്തിലോട്ട് നോക്കി ഞാൻ കുറേ നേരം നിന്നു ഇങ്ങനെ. അപ്പം നമ്മൾ അന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ ഞാൻ ഈ കലാഭവനിൽ വരുമെന്നും ഞാനിവിടുത്തെ ഒരു ഭാരവാഹിയായിട്ട് തുടരുമെന്നൊന്നും അന്ന് നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ ആ സമയത്തും ഗാനമേളകൾ നടക്കുന്നുണ്ട്. ആ കാലഘട്ടങ്ങളിൽ അന്ന് ഗാനമേളകൾ നടത്തിയവരൊക്കെ മിക്കവാറും പേരൊക്കെ മൺമറഞ്ഞു പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യത്തെ ഗാനമേള എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓർത്തത്. ആദ്യം ഒരു ഗാനമേള, അറിയപ്പെടുന്ന ഒരു ഗാനമേള നടത്തിയത് 50ഓളം സംഗീത ഉപകരണങ്ങളോടുകൂടി യേശുദാസ് പാടുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വലിയ പോസ്റ്ററുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം എനിക്ക് കാണണമെന്നൊരാഗ്രഹം ഉണ്ടായി. കയ്യിൽ കാശുമില്ല, വലിയ എമൗണ്ടാണൊക്കെ അല്ല അതിന് എഴുതി വെച്ചിരിക്കുന്നത്. അന്നത്തെ 5 രൂപയ്ക്കാണ്. 5 രൂപ 5 പൈസ നമ്മുടെ ഇല്ല അന്ന്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും കാണണം എന്ന് കരുതി ഫൈൻ ആർട്സ് ഹാളിൻ്റെ മുമ്പിൽ പോയി നിന്ന്. അപ്പോൾ ഞാൻ ഈ കല്ലിൻ്റെ മുകളിൽ കയറി നിന്നെങ്കിൽ ഈ അവിടെ ഗേറ്റ് ഇങ്ങനെ പതുക്കെ തുറന്നു വെച്ചേക്കണം. നടുക്കൂടി ഇങ്ങനെ കുറച്ച് പേരെ കാണാം, ദാസേരനെ കാണാം, 2-3 പേരെയും കാണാം. ഇടയ്ക്ക് പോലീസുകാർ വന്ന് ഓടിച്ചിടും. ഞാനിത് ദാസേരനോട് പറഞ്ഞിട്ടുള്ളതാണ്. ഓടിച്ചിടുമ്പോൾ നമ്മൾ ഓടിയിട്ട് ആ പാരപ്പെട്ടിൽ പോയി കുറേ നേരം നോക്കും. പോലീസുകാരൊന്ന് റെസ്റ്റ് എടുക്കാൻ പോകുന്നവരത്ത് വീണ്ടും വരും. എന്നിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേട്ട പാട്ടും ദാസേരൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ദാസേരൻ ഞങ്ങൾ ഒന്നിച്ചിരുന്ന റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ കൂടി അത് പാടി. ഏത് പാട്ടാ അത് ആദ്യമായിട്ട് ഇങ്ങനെ പോയി? അത് ഇന്ദ്രനീല യവനിക തുറന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പാട്ട്. ഇന്ദ്രനീല യവനിക നുറിഞ്ഞു, അങ്ങനെ ഒരു പാട്ടാണ് ദാസേരൻ പാടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ ഗാനമേള കേട്ടോ, കണ്ടോ? ഗാനമേള ഇടയ്ക്കിടയ്ക്കല്ലേ കാണാൻ പറ്റുള്ളൂ. പോലീസ് ഓടിച്ചിരുമ്പോൾ അമ്മ ഓർമ്മല്ലോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓടി വന്ന് കാണുന്നു. തുടക്കം പോലീസ് ഇല്ലാത്ത നേരത്തെ കല്ലിൻ്റെ മുകളിൽ കയറി എന്നപ്പോഴത്തേക്കും കേട്ട പാട്ട് ഇതാണ്, ഇന്ദ്രനീല യവനിക എന്ന് പറഞ്ഞു. ഒരുപാട് താരങ്ങളെ കലാഭവൻ കൊണ്ടുവന്നു. കലാഭവന്റെ ആദ്യത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആരായിരുന്നു ചോദിച്ചാൽ ആരായിരുന്നു? കലാഭവൻ തുടങ്ങിയ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ക്രിസ്ത്യൻ ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് ആദ്യം കലാഭവൻ ആരംഭിക്കുന്നത്. അപ്പോൾ 69-ന് ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ ഞാൻ മറ്റൊരു മന്ത്രിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത്, KR ഗൗരിയമ്മ എന്ന് പറഞ്ഞ മന്ത്രിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആബേലച്ചനെ പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയപ്പെട്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റു വിവരങ്ങളൊന്നും അറിയില്ല. 3 പ്രധാനപ്പെട്ട മതങ്ങളിൽ ജനിച്ചു വളർന്ന ആളുകളാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാരവാഹികളായി തുടരുന്നത്. ഇവിടെ കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമൊന്നുമില്ല. വേറൊരു കാര്യം പറഞ്ഞില്ല കേട്ടോ, ഇവിടെ ഒരു ദൈവങ്ങളുടെയും പടവില്ല കലാഭവനിൽ. അത് വേറൊരു സ്ഥാപനം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ ആളുകളും കലാഭവനിലൂടെ വളർന്നു വലുതായവരാണ് ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും അറിയപ്പെടുന്ന പല സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ആളുകൾ. അതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം എടുത്ത് പഠിക്കാൻ കഴിയില്ല. ചിലപ്പോൾ കുറച്ച് ദിവസം വന്നിട്ടുണ്ടാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ അലി അക്ബർ എന്ന് പറയുമ്പോൾ കലാഭവൻ അലി അക്ബർ എന്ന് എഴുതാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾ എൻ്റെ പേരും അങ്ങനെ വന്നു. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ലോകത്തെ ഏറ്റവും ചുരുങ്ങിയതിലും ഏറ്റവും നന്നായി കലാപഠനങ്ങൾ അഭ്യസിപ്പിക്കുന്ന ഒരു പരിശീലന കേന്ദ്രം ലോകത്തൊരു പക്ഷേ ഇവിടെ ആയിരിക്കും ഉണ്ടാകുക. ഞാൻ 71,000 ഗാനങ്ങളാണ് എഴുതിയിട്ടുള്ളത്. 150 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ കലാഭവൻ്റെ ആരംഭം മുതൽ എനിക്ക് ആവേലച്ചനുമായി നല്ല പരിചയമായിരുന്നു. അന്ന് ഞാൻ തേവര കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. എൻ്റെ കൂടെ മമ്മൂട്ടിയുടെ ക്ലാസ്മേറ്റാണ് ഞാൻ. സമയനിഷ്ഠയിൽ ആവേലച്ചൻ ഒന്നാമതായിരുന്നു. അപ്പോൾ സമയനിഷ്ഠയില്ലാത്തവരെ ആദ്യം തന്നെ ബഹിഷ്കരിക്കും. അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ മുഴുവനും ഭാവിയിൽ കലാഭവനെ വളർത്തുവാൻ കഴിവുള്ളവർ ആരെല്ലാമാണെന്ന് മനസ്സിലാക്കി അവരെ വളർത്തിക്കൊണ്ടുവരികയാണ് ആവേലച്ചൻ ചെയ്തത്. നമ്മുടെ ഇപ്പോൾ പ്രസിദ്ധരായ പലരും അദ്ദേഹത്തോട് ഇഷ്ടമായിരുന്നു. എനിക്ക് ഇവിടെ പഠിച്ചിട്ടുള്ളവരിലും പെരുമാറ്റ രീതിയിലും സിദ്ദിഖ് നല്ല ഒരു കലാകാരനായിട്ട് തോന്നി. സംവിധായകൻ കലാഭവൻ്റെ വളർച്ചയിൽ സമൂഹത്തിൽ എങ്ങനെയെല്ലാം മാറ്റങ്ങൾ വരുത്താമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ച് ഈ സമൂഹത്തെ വളർത്തിക്കളയാമെന്ന് വിചാരിച്ചാൽ ശരിയാവില്ല. കലാഭവനിലൂടെ വന്ന് വളർന്ന സംവിധായകൻ പ്രസാദേട്ട, സിദ്ദിഖ് സാറിൻ്റെ കാര്യം പറയുമ്പോഴാണ് സിദ്ദിഖ് ലാൽ ആ ഒരു കണക്ഷൻ തുടങ്ങുന്നതും കലാഭവനിൽ നിന്നല്ലേ? എങ്ങനെയായിരുന്നു അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു കലാഭവനിൽ എത്തുന്നത്? സിദ്ദിഖ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. ലാൽ എൻ്റെ കൂടെ പഠിച്ചതാണ്, ഒരു ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ. സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിൽ ഞങ്ങളൊരു 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചു. അപ്പോഴും ഈ മിമിക്രിക്കൊക്കെ മത്സരം രണ്ടുപേർക്കും മാറി മാറി കിട്ടിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും വരക്കും. ഡ്രോയിങ്ങിനും മത്സരത്തിനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാറി മാറി മത്സരത്തിന് ലാലിന്. അതെ. പിന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞ് ഞാൻ 81 മിമിക്സ് പീരീഡ് തുടങ്ങുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി അൻസാറും റഹ്മാനും വർക്കേച്ചമ്പേട്ടയും ഞാനും ഉണ്ട്. ഇവരും കൂടെ വന്നു കഴിഞ്ഞപ്പം കോറം തികഞ്ഞു. അങ്ങനെ 6 പേര് ചേർന്നിട്ടാണ് മിമിക്സ് പരേഡ് എന്ന് പറയുന്നത്. അവർ വന്നതൊക്കെ ഒരുമിച്ചാണ് വന്നത്. സിദ്ദിഖ് സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിദ്ദിഖ് ലാൽ ആ ഒരു സൗഹൃദം സിനിമയിലാണെങ്കിലും ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്. ശരിക്കും കലാഭവനിൽ അവരുടെ സൗഹൃദം എങ്ങനെയായിരുന്നു? കലാഭവനിലും അവർ ഒരുമിച്ചാണ് എല്ലാം. അന്ന് മുതൽ തന്നെ അവർ കഥകളുണ്ടാക്കുന്നത് ഒരുമിച്ചാണ്. വണ്ടിയിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ കഥകൾ പറയുന്നത് അവരൊരുമിച്ചാണ്. അങ്ങനെയാണല്ലോ അവർ ഇപ്പോൾ ഹരിശ്രീയിൽ വെച്ച് ഹരിശ്രീയുടെ ഒരു സിനിമ ആദ്യമായിട്ട് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, അതവർ ഒരുമിച്ചായിരുന്നു സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത്. അപ്പം ഇവിടെ നിന്നാണ് ഇവിടെ വരുന്നതിന് മുമ്പും അവർ ഒരുമിച്ച് മിമിക്രി പ്രോഗ്രാമിന് പോകുമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്ന സമയത്ത് അതുണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഇത് ഇൻ്റർവ്യൂ കഴിഞ്ഞുമ്പോൾ നമ്മളും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ എല്ലാം വീടിനകത്തുണ്ടാവില്ലേ? നമുക്കിനി അടുത്ത ആളെ പരിചയപ്പെടേണ്ടത് ഇത് സൈനുദ്ദീനും ഇതുപോലെ ഒരു 1981 അവസാനം 82 കാലഘട്ടങ്ങളിലാണ് വരുന്നത്. ഒരു 89 വരെ സൈനുദ്ദീനുണ്ടായിരുന്നു ഇവിടെ. 9 വർഷം ഉണ്ടായിരുന്നു. സൈനുദ്ദീനുള്ള സമയത്തായിരുന്നു ഞങ്ങളുടെ വിദേശ യാത്രകൾ, ഗൾഫ് യാത്രകളെല്ലാം ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് പോയി. അപ്പോഴാണ് അദ്ദേഹം അതിന് മുമ്പ് തന്നെ കലാഭവൻ വിട്ട ശേഷം സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കും. അങ്ങനെ സിനിമാ രംഗത്ത് വിട്ടു പോകുന്നത് 1999 അദ്ദേഹം നമ്മളിൽ നിന്ന് പോകുന്നത്. ഇങ്ങോട്ടേക്ക് നോക്കുമ്പോഴത്തേനും കാരണം ചാലക്കുടിക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ലോകത്തിലേക്ക് കൊടുത്തൊരു പേരായിരുന്നു കലാഭവൻ മണി. ഞാൻ ആ പേരിട്ടത്, മണിയുടെ പേര്. അപ്പോൾ അത് മാത്രമല്ല, മണീനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞാനാണ്. അത് എനിക്ക് തോന്നുന്ന ഒരു 90s ആ അറ്റത്തുള്ളൊരു റൂമുണ്ട്. ആ റൂമിലാണ് പുള്ളി ഒരു കാക്കി ഷർട്ട് വിട്ടുകൊണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടായിരിക്കും വന്നത്. അത് പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല. അവിടെ നിന്നിട്ടാണ് പുള്ളി ഓരോ ശബ്ദങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ ഈ മോളത്തെ റൂമിലിരുന്നിട്ടാണ് ഫസ്റ്റ് റിഹേഴ്സൽ ചെയ്യുന്നത്, ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്നത്. 2 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ ഷൂട്ടിംഗ് ഞങ്ങളിവിടെ നടത്തി. ഒരു കലാഭവൻ കോമഡി എന്ന് പറഞ്ഞൊരു വീഡിയോ കാസറ്റ് എടുത്തു. അപ്പോൾ അതിലും ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് പോയ കഥകൾ എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിവിടെ വന്ന ഇൻ്റർവ്യൂവിൻ്റെ കഥയെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ സാധാരണക്കാരനായ മണി എന്നൊരു ചെറുപ്പക്കാരൻ അന്ന് കലാഭവൻ മണിയായി മാറുന്നു. ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് കലാഭവൻ എങ്ങനെയായിരുന്നു അന്ന് വാതിൽ തുറന്നു കൊടുത്തിരുന്നത്? ഇപ്പോഴും സാധാരണക്കാർക്ക് നേരത്തെ അലിയപ്പുർ സാർ പറഞ്ഞില്ലേ, ഏറ്റവും റേറ്റ് കുറഞ്ഞ ഏറ്റവും ക്വാളിറ്റിയുള്ള അധ്യാപകരുള്ള സ്ഥാപനം കലാഭവൻ തന്നെയാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കണമെങ്കിൽ മിനിമം 2000 രൂപ 2500 രൂപ ഫീസ് 3000 വാങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ കലാഭവൻ്റെ ഏറ്റവും പഴക്കമുള്ള ടീച്ചേഴ്സാണ്. ഓരോ ടീച്ചേഴ്സിനെ പരിചയപ്പെടുത്തിയ ഡ്രോയിങ് പഠിപ്പിക്കുന്ന അദ്ദേഹം ഇവിടെ 30 വർഷം എന്തോയി. ഇപ്പോൾ നേരത്തെ പോളാശാൻ്റെ മോനാണ് ലാലെന്ന് സാറ് പറഞ്ഞില്ലേ, എന്നതുപോലെ ഇവിടെയുള്ള പലർക്കും പല തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. ഇപ്പോൾ സാറ് ഇവരെ ഇൻ്റർവ്യൂ ചെയ്ത് ഇവിടെ കലാഭവൻ മണിയെ കൊണ്ടിരുമ്പോൾ അതിനു മുൻപ് ചാലക്കുടിയിലുള്ള വർഗീസ് കുമരിക്കൽ എന്നുള്ള ആളുടെ കത്തുമായിട്ടൊരു ഞങ്ങളെ പാർട്ടിക്ക് ബന്ധപ്പെട്ട ഒരാളുടെ അടുത്ത് കത്ത് കൊടുത്തു വെച്ചപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടൊന്നും ആദ്യം അച്ഛനൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല. കാരണം കണ്ടാൽ മൈൻഡ് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നില്ല വേഷവും രൂപമൊക്കെ. മറിച്ച് ഇവരെ പോലുള്ള കലാകാരന്മാരുടെ അടുത്ത് വന്ന് അവർക്ക് മനസ്സിലാക്കി
മനസ്സിലായതിന് ശേഷമാണ് കലാഭവനിൽ അവർക്കൊരു അംഗീകാരമൊക്കെ കൊടുക്കുകയും. പക്ഷെ പിന്നീട് അവർ അതിൻ്റെ ഉയരത്തേക്ക് പോകുകയും. എന്തെങ്കിലും പഠിക്കാൻ നോക്കിയോ കലാഭവൻ? ഞാൻ പഠിച്ചിപ്പോൾ എനിക്ക് വയസ്സ് 81 ആയി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ഇപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഭാര്യ മഹാരാജാസിലെ സ്റ്റുഡൻ്റാണ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ 52 വർഷം മുമ്പ് ഒരാൾ അവരെ തട്ടിക്കൊണ്ടുപോയി. അവരുടെ പേര് വസുമതി എന്നാണ്. അവർ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു അന്നത്തെ അവരുടെ ഇത്. അപ്പോൾ 65 അപ്പോൾ തട്ടിക്കൊണ്ട് പോയിട്ട് ഇപ്പോൾ അവരെ മക്കളും കൊച്ചുമക്കളോട് പഠിച്ചിരുന്ന സ്ഥലമാണ് മഹാരാജാസ്. അപ്പോൾ അവർ മലയാളം MAക്ക് ചേർന്നേക്കാണ്. നരകത്തിൽ ചെന്നാൽ ചോദ്യം മലയാളത്തിലാണ് ചോദിക്കും. എൻ്റെ മകളുടെ കുട്ടികൾ എൻ്റെ മകളുടെ ഭർത്താവാണ് ഫുട്ബോൾ കമൻട്രി പറഞ്ഞ ഷൈജു ദാമോദരൻ. ഇതിന് NFREസിനെ കുറിച്ച് ഞാൻ പറയാൻ 2-3 തവണയായി കൈ ഉയർത്തുന്നു. അപ്പോൾ നമ്മൾ അമ്മേ നാരായണ NFREസ് നാടകക്കാരനാണ് ബേസിക്കലി. അദ്ദേഹം ഒരു 82 മുതൽ കലാഭവനിലുണ്ടായിരുന്നു. 2-3 വർഷമുണ്ടായിരുന്നു കലാഭവനിൽ. പിന്നീട് കോമ്പയറായിട്ടാണ് പുള്ളി വന്നെങ്കിൽ സ്കിറ്റുകളും എല്ലാം പുള്ളിയുടെ ഒരു സിനിമകൾ കാണുന്ന രൂപമായിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കൊമേഡിയനായിരുന്നു പുള്ളി. മണ്ടനും പൊട്ടനും ഒക്കെ ആയിട്ടൊക്കെ അഭിനയിക്കുമായിരുന്നു. നല്ലതായിട്ട് കോമ്പയർ ചെയ്യുമായിരുന്നു. സീരിയസ് വേഷം ചെയ്യുമായിരുന്നു. എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ അത് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടി. കാരണം ആകാശദൂത സിനിമയ്ക്കകത്തൊക്കെ NFRE സാറിനെ കണ്ടിട്ട് ഞാനൊക്കെ ഇപ്പൊ കേട്ടപ്പം ശരിക്കും കോമഡി കളിക്കുന്ന ഒരാളാണെന്ന് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ മണിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പം ജയറാമേട്ടനാണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും ഒക്കെ കലാഭവനിൽ നിന്നാണ് ആ ഒരു താരമായിട്ട് മാറുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു എങ്ങനെയായിരുന്നു അവർ കലാഭവനിൽ? കലാഭവനിൽ ഓരോരോ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾക്കൊരു ആർട്ടിസ്റ്റ് വേണം. ഇപ്പോൾ സിദ്ദിഖ് ലാലൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ കലാഭവനിൽ നിന്ന് മാറിയ സമയത്ത് ഏകദേശം ആ ഐറ്റംസൊക്കെ ചെയ്യുന്ന മറ്റൊരു ആർട്ടിസ്റ്റ് വേണം നോക്കുമ്പോൾ നമ്മളതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ജയറാമിനെ കൊണ്ടുവന്നു. മീൻസ് ഇപ്പോൾ കോമ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആൾ വർക്കീച്ചമ്പേട്ടയായിരുന്നു. വർക്കീച്ചമ്പേട്ടൊക്കെ മറ്റു ചില ജോലി കാര്യമായിട്ട് ഇവിടുന്ന് മാറിയുമ്പോൾ മറ്റേ ആൾ വേണം കോമ്പയർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ NFREസിനെ കൊണ്ടുവന്നു. ഒരു കൊമേഡിയൻ മാറുമ്പോൾ അതിന് വേറൊരാൾ വരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ആർട്ടിസ്റ്റ് ആരാണ് മാറുന്നത് അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മറ്റേ ആർട്ടിസ്റ്റ്. ജയറാമേട്ടൻ എങ്ങനെയായിരുന്നു കലാഭവനിൽ എത്തുന്നത്? എങ്ങനെയായിരുന്നു ആദ്യമായിട്ട്? ഇല്ല, ജയറാമിന് വരാൻ താല്പര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ലാലൊക്കെ പോയ സമയത്താണ് ഇങ്ങനെ റഹ്മാൻ പറഞ്ഞു ജയറാം എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് പെരുമ്പാവൂർ, അത് നമുക്ക് അദ്ദേഹത്തെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ജയറാം എത്തുന്നത്. അങ്ങനെ ഓരോ ആവശ്യങ്ങൾ അനുസരിച്ച് നമുക്കിപ്പോൾ കീബോർഡ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് പോകുമ്പോൾ നമുക്ക് തബലിസ്റ്റിനെ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കീബോർഡിൻ്റെ ഒരാളെ വിളിക്കും, തബല ഒരാളെ വിളിക്കും. പോകുമ്പോൾ നമ്മളതിന് വേറെ തബലിസ്റ്റിനെ കൊണ്ടുവരും. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ആരാണ് പോകുന്നത് അതനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ആൾ ആർക്കാണ് നറുക്ക് വീഴുന്നതെന്ന് അറിയില്ല. അല്ലാതെ അവരിപ്പം വെറുതെ എത്രയോ നല്ല സീനിയർ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഇവിടെ എടുത്തിട്ടില്ല. എടുക്കാത്തത് വേറൊന്നുമല്ല, അവരെ വേണ്ടാഞ്ഞിട്ടൊന്നുമില്ല. ഇവർ പറയാറുണ്ടല്ലോ, നമ്മുടെ കോട്ടയം നസീർ പറഞ്ഞിട്ടുണ്ട്, ടിനി ടോം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഇവിടെ നമുക്ക് വേറെ ആർട്ടിസ്റ്റുകളുണ്ട്, അതുകൊണ്ട് ആവശ്യം വന്നെന്ന് വരില്ലായിരുന്നു. ഈ കലാഭവൻ എന്തെങ്കിലും സ്ട്രാറ്റജീസ് വെക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ എൻട്രി ഉള്ളൂ അങ്ങനെയൊന്നുമില്ല. കഴിവുള്ള ആരാണോ വേറെ അച്ഛൻ ഇടവും വല്ലതും നോക്കൂല, അവരെ അങ്ങ് പിടിച്ചുകൊണ്ട് പോകാമെന്ന് പറയും. മനസ്സിലായില്ലേ? ഇനി വേറെ ട്രൂപ്പിലുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിലും കഴിവുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേജിലോട്ട് കയറ്റി അവൻ നമ്മുടെ ആളാവട്ടെ എന്ന് പറയുള്ളൂ. അല്ലാതെ നമ്മുടെ ആളുകൾ മാത്രം സ്റ്റേജിൽ കയറിയാൽ മതി എന്ന് വെച്ചാൽ പറയില്ല. അവരെയും കൂടെ നമ്മുടെ കൂടെ കൊണ്ടുപോവാ എന്ന് പറയും. ജയറാം നമ്മുടെ പ്രോഗ്രാം കലാമിൽ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഐറ്റം കോപ്പി അടിച്ചിട്ട് അതേപോലെ ഒരു സ്ഥലത്ത് അവതരിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വന്ന് പരാതി പറഞ്ഞു, ജയറാം ഭയങ്കര വില്ലനാണ്, കാരണം നമ്മുടെ ഐറ്റം അതേപോലെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് അവിടെ അവതരിപ്പിച്ചു. എന്നാൽ അവൻ മെടുക്കനാണല്ലോ, അവനെ വിളിക്കും ഇങ്ങോട്ട്. അതാണ് ആറ്റിറ്റ്യൂഡ്. അച്ഛൻ്റെ ആംഗിൾ അങ്ങനെയാണ്. ആരും കഴിവുള്ളവർ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെന്ന് കേട്ടാൽ അവൻ വരട്ടെ, നമ്മുടെ കൂടെ കൂടിക്കോട്ടെ എന്നുള്ളതാണ്. ഇപ്പം സ്റ്റേജിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പം മിമിക്രി ആണെങ്കിലും മിമിക്സ് പരേഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഡയലോഗ്സ് ഉണ്ടല്ലോ, അപ്പം ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റുന്ന സമയത്ത് ഇപ്പം അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ഒരു റാപ്പ് എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടുമല്ലോ, അപ്പം നിങ്ങൾ എങ്ങനെയാണത് സ്റ്റേജിൽ ലൈവായിട്ട്? ലൈവ് എന്ന് വെച്ചാൽ അന്നൊക്കെ മിമിക്സ് പരേഡിൻ്റെ ഒക്കെ എല്ലാം പക്ക റിഹേഴ്സൽ കഴിഞ്ഞാൽ പോകുന്നത്. ലൈവായിട്ടൊക്കെ നമ്മൾ പെർഫോം ചെയ്യും, ലൈവ് പോലെയൊക്കെ നമ്മൾ ചെയ്യുമെങ്കിൽ പോലും നല്ല റിഹേഴ്സൽ ബേസിക്കലി കഴിയാതെ ഇവിടുന്ന് ഇറങ്ങൂല ഞങ്ങൾ. പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ഡയലോഗ് പറഞ്ഞതാണെന്നൊക്കെ പറയാം. അനൗൺസ്മെൻറ്റിൽ ഇപ്പോൾ NFREസൊക്കെ അനൗൺസ്മെൻറ്റിലൊക്കെ ഭയങ്കര സ്പോണ്ടേനിയസ് ഡയലോഗൊക്കെ പറയും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കൈ നിടുമല്ലോ,
ഇവൻ ഏത് ഡയലോഗായി പറയുന്നത് അങ്ങനെയൊക്കെ ഓർത്ത് പിന്നെ അതിനെ പിടിച്ച് കയറിയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്? അങ്ങനെ NF-ന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു കോളേജിൽ ഇരിങ്ങാലക്കൂടെ പോയപ്പം പറയുന്നുണ്ട്, നമ്മളൊക്കെ ചമ്മാറുണ്ട്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് സംസാരിക്കാനായിട്ട് ചെന്ന് കഴിയുമ്പോൾ, അത് മിക്സ്ഡ് കോളേജിലായിരുന്നത്, ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് സംസാരിക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ആ പെൺകുട്ടി മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊന്നും ചമ്മും എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ ഒന്ന് പോയി. അത് അവിടെ ഒരാൾ അങ്ങനെ ചമ്മിയിട്ടുണ്ട്. ഓഡിയൻസ് ഭയങ്കര ചിരിയായിരുന്നു. അപ്പം ഇവിടെ ഉണ്ടല്ലോ ചമ്മി. അങ്ങനെ ആ സ്പോണ്ടേനിയസാണ്. അലിസാർ ഇതുപോലെ വസുമതി ആൻറ്റീനെ കറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏതെങ്കിലും കലയുമായിട്ടൊക്കെ പുറകെ നടന്നിട്ടുണ്ടോ? ഒരുപാട് പേര് കറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരാളുടെ കാര്യം ചോദിച്ചാൽ പറ്റില്ല. വസുമതി ആൻറ്റി കേൾക്കുന്നതാണ്, അതുകൊണ്ട്. അന്ന് ആ കാലഘട്ടത്തിൽ ഇതൊരു വിപ്ലവമായിരുന്നു. ഒരു മുസ്ലിം ഒരു ഹിന്ദു യുവതിയെ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പള്ളിക്കാർ മൊത്തം ഇങ്ങരുടെ വീട് ആക്രമിച്ചില്ലെന്നേ ഉള്ളൂ. കത്ത് മറ്റേ അവരുടെ വീട്ടുകാർ വലിയ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു. ഒരു അബ്കാരി കോൺട്രാക്ടർ ഒക്കെ ആയിട്ട് ബന്ധമുള്ളതായിരുന്നു. അവരും വലിയ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത്. കലാഭവൻ ഒരു സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എല്ലാവരും കൂടിയിരുന്ന് അവരവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവാറ് അതൊക്കെ ഉണ്ടാകാറുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. അത് എന്നും അങ്ങനെ തന്നെയാണ്. ഏത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോഴും സിനിമയാണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു സംഭവമുണ്ട് അടിസ്ഥാനപരമായിട്ടുണ്ടെങ്കിൽ അതിൽ കൗണ്ടേഴ്സൊക്കെ കയറുമ്പോൾ നമ്മൾ എല്ലാവരുടെയുമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻസ് ഇൻവോൾവ്മെൻ്റ് ഒക്കെ വരുവാനത്. ഇപ്പം നിങ്ങൾ 3 കലാകാരന്മാർ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് 3 പേർക്ക് നിങ്ങളോടൊരു എല്ലാ കലയും അറിയാവുന്ന ആളാണെന്ന് നടിക്കുന്നത് ചെയ്യും. അപ്പോൾ നിങ്ങളോട് 3 പേരോട് ഒരു പെർഫോമൻസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഒന്ന് ചെയ്യാൻ പറയുകയാണെങ്കിൽ? അദ്ദേഹം പാട്ട് പാടും, ഞാനൊരു പാട്ട് പാടി തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. നല്ലൊരു പരിപാടി അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പാടാൻ പറയുക, അദ്ദേഹം പാടും. എന്നിട്ട് കോമഡി ചെയ്യാൻ പറയുകയും ചെയ്യുക. ഇദ്ദേഹത്തെ മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ പരിപാടി സമരം ചെയ്യുന്ന സിനിമ ഉണ്ടെങ്കിൽ വിളിക്കാം.